ലോങ് വീക്കെൻഡായിട്ട് എവിടെ പോകണം എന്നുള്ള ഞങ്ങളുടെ ചിന്തയാണ് ഞങ്ങൾ നേരെ മധുരയ്ക്കും പിന്നെ അവിടെ നിന്ന് കൊടൈക്കനാലിലേക്കും എത്തിച്ചത്. ഈ വീഡിയോയിൽ മധുര വരെയുള്ള ഭാഗങ്ങളാണ് കേട്ടോ ഞാൻ ഉൾക്കൊള്ളിച്ചേക്കുന്നത്. തിരുവനന്തപുരത്തു നമുക്ക് 2 വരി മധുരയിൽ എത്തിച്ചേരാം, തെങ്കാശിയും നാഗർകോവിലും. ഞങ്ങൾ പോയത് നാഗർകോവിൽ വഴിയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് നല്ല പച്ച വിരിച്ച മലനിരകളും പാടവും തെങ്ങുംതോപ്പും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ NH44 റോഡിലൂടെയുള്ള യാത്ര ഞങ്ങൾക്ക് അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ സമ്മാനിച്ചത്. തുടക്കം തന്നെ നമുക്ക് ഈ വിൻമിൻ ഫാനുകൾ കാണുവാൻ സാധിച്ചു. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഫാനുകൾക്ക് നമ്മുടെയൊക്കെ ശ്രദ്ധ പിടിച്ചെടുക്കാൻ പെട്ടെന്ന് സാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വീട്ടിൽ നിന്ന് പൊതിഞ്ഞു കൊണ്ടുവന്ന കൊഞ്ചു റോസ്റ്റിനും ചമ്മന്തിക്കും ചോറിനും ഇതുവരെ കിട്ടാത്ത ടേസ്റ്റ് ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. മുൻപോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് പുതിയ പുതിയ കാഴ്ചകളാണ് കേട്ടോ കാണുവാൻ സാധിച്ചത്. തമിഴ്നാട്ടിലെ കണ്ണെത്താ ദൂരത്ത് നീണ്ടുകിടക്കുന്ന തരിശു ഭൂമികളും ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ചെടികളും പുറകിലായി അസ്തമനത്തിനായി തയ്യാറെടുക്കുന്ന സൂര്യനെയും ഞങ്ങൾ യാത്രയിൽ ഉടനീളം നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അസ്തമസൂര്യൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വിൻമിൻ ഫാനുകൾക്ക് കൂടുതൽ സൗന്ദര്യം കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. മധുരയിൽ സന്ധ്യയോടെ എത്തിയ ഞങ്ങൾക്ക് അവിടുത്തെ സ്പെഷ്യൽ ബൺ പൊറോട്ടയും കോയിൻ പൊറോട്ടയും മട്ടൺ ദോശയും ചിക്കൻ ഓംലെറ്റും ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ആദ്യത്തെ ദിവസത്തെ ഞങ്ങളുടെ സംഭവബഹുലമായ യാത്ര ഞങ്ങൾ അവസാനിപ്പിച്ചത്. രണ്ടാമത്തെ ദിവസത്തെ ഞങ്ങളുടെ യാത്ര തുടക്കമിട്ടത് മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ നിന്നാണ്. ഞങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ പാർക്കിംഗ് കിട്ടുകയും പിന്നെ കാണുന്ന അമ്മമാരുടെ അടുത്തു നിന്ന് നല്ലൊരു ആഹാരവും കഴിച്ചിട്ടാണ് ഞങ്ങൾ ക്ഷേത്ര ദർശനത്തിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് നടന്നു നീങ്ങിയത്. നമുക്ക് അവിടെയുള്ള കടകളുടെയും വീടുകളുടെയും മുമ്പിലൊക്കെ ഇങ്ങനത്തെ കോലങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഈ കോലങ്ങൾ കാണുമ്പോൾ നമുക്കെന്തൊരു പോസിറ്റീവ് ഫീൽ കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ഷേത്ര പ്രവേശനത്തിനും സെക്യൂരിറ്റി ചെക്കിനും നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ ക്ഷേത്ര കവാടത്തിൽ നിന്ന് തൊഴുതിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടുത്തെ കൽപ്രതിമകൾക്കും കൽമണ്ഡപങ്ങൾക്കും നമുക്ക് ചുറ്റും എന്തോ ഒരു മാസ്മരിക ലോകം തീർക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മധുരയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ അവസാനമായി പോയത് ജിഗർദണ്ഡ കുടിക്കാനാണ്. അവിടുത്തെ സ്പെഷ്യൽ സിഗ്നേച്ചർ ഐറ്റം തന്നെയാണ് കേട്ടോ ഞങ്ങൾ ട്രൈ ചെയ്തത്. മധുരയിൽ വരുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യേണ്ട സാധനം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ഇവിടുന്ന് കൊടൈക്കനാലിലേക്കുള്ള യാത്ര നമുക്കൊരു വേറൊരു വീഡിയോയിൽ കാണാവുന്നതാണ്. അപ്പം അതുവരെ ബൈ ഗൈസ്.